ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവര്, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവര്, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലന വിശ്വസിക്കുന്നവരെ ഡെസ്പാകേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആശങ്കപ്പെടുന്ന സ്വഭാവമാണ് എല്ലാവരുടേതും. ഇതിനെ അതിലംഘിക്കുന്നതിന് ആണ് ബൈബിളിലെ അഭിഷേകം എന്നൊരു പ്രത്യേക ഈ അനുഗ്രഹത്തിനേക്കാൾ മുകളിലുള്ള ഒരു സംഭവമാണ്, ഒരു ദൈവ ഇടപെടലാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം പലപ്പോഴും വരേണ്ടത് നെഗറ്റീവ് ഫീൽഡിലാണ് എപ്പോഴും അഭിഷേകം വേണ്ടി വരണത്. നെഗറ്റീവ്, ഇപ്പം നമുക്ക് എല്ലാ ജീവിതത്തിൻ്റെ നെഗറ്റീവ് സൈഡില്ലേ, അതിനെ അഭിമുഖീകരിക്കുന്നതാണ് നമുക്ക് അഭിഷേകം വേണ്ടി വരണത്. ഇപ്പം ജോലി കിട്ടുമ്പോൾ അത് അനുഗ്രഹമാണ്. പക്ഷെ അനുഗ്രഹം കിട്ടുന്ന ഒരു വരെ നമ്മൾ വിലയും കൂലിയും ഇല്ലാതെ പലയിടത്തും കൊച്ചാക്കപ്പെട്ടും ആരും അല്ലാതെ ആയി നമ്മളെ ഗണിച്ചും വീട്ടിലോട് പോലും നമുക്ക് വിലയില്ലാണ്ടാകുന്ന, വരുമാനമില്ലാത്ത അവസ്ഥ
ഉണ്ടാകത്തില്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഒരു അഭിഷേകം വേണ്ടത്. പണ്ടൊരു തകച്ചുദാരൻ എൻ്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ അങ്ങേര് സസ്പെൻഡായി. സസ്പെൻഡാകാൻ കാരണം ഇദ്ദേഹം ഈ നേരെ പോന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു ടൈപ്പാണ്. ഫ്ലെക്സിബിൾ അല്ല ആള്. പുള്ളി ഇപ്പോൾ സമരമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി പറയും യൂണിയൻകാരല്ല എനിക്ക് ശമ്പളം തന്നത്, സർക്കാരാണ് എനിക്ക് ശമ്പളം തന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്യാൻ വരും. ഇത് കുറേക്കാരെ കൂടി കഴിഞ്ഞപ്പോൾ യൂണിയൻകാരുടെ കണ്ണിലും കയറി കരടായി. ഇങ്ങനെയുള്ളവരൊക്കെ നമുക്കറിയാമല്ലോ, അവർക്കൊക്കെ പ്രത്യേക മരുന്ന് യൂണിയൻകാരുടെ കയ്യിലുണ്ട്. പെട്ടെന്ന് ഒരു വിജിലൻസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ കണക്കും രജിസ്റ്ററും അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയറും എല്ലാം പിടിച്ചെടുത്ത് ഓൺ ദി സ്പോട്ടിൽ അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എല്ലാം കണ്ടെത്തി, മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഫാബ്രിക്കേറ്റഡ് ആണ് അതെല്ലാം കണ്ടെത്തി സസ്പെൻഡായി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ഞാനിങ്ങനെ നീതിയോടെയൊക്കെയാണ് ജീവിക്കണത്, സത്യത്തോടെയാണല്ലോ ജീവിക്കണത്, എന്നിട്ടും എനിക്ക് സസ്പെൻഷൻ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിച്ച് പോകും. അങ്ങനെ ചിന്തിച്ച് പോകേണ്ട കാര്യം സംരക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. സംരക്ഷണം ഇല്ലാത്തവർ, ദൈവസംരക്ഷണം ഇല്ലാത്തവർ ഇത് ഇങ്ങനെ എങ്കിലും മനുഷ്യൻ തത്വനീതിയും ചെയ്തിട്ടും പിന്നെ മനുഷ്യന് പണി കിട്ടിയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെ ആ രീതി പോകും. ഇയാൾക്ക് അങ്ങനെയുള്ള പോക്കുകളൊന്നുമില്ല. ഇയാൾക്ക് ജസ്റ്റ് ഞായറാഴ്ച കുർബാനയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞായറാഴ്ച കുർബാന ഉണ്ട്, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. ഒരു നോമിനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ ഒന്നും ചെയ്യത്തില്ല പുള്ളി. ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്ട്രാ കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒക്കെ ഡേ ടു ഡേ ജീവിതത്തിലെ നമ്മൾക്ക് ഒരു നോർമലായിട്ട് ലൈഫ് പോകണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ജോലിയുണ്ട്, കാശ് കിട്ടണമുണ്ട്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ കെട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകണമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലാതെ പോരുമ്പോൾ നിങ്ങളോർക്കും ഞാൻ മതപരമായ കാര്യങ്ങൾ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ ഓക്കെ ആണെന്നതിൻ്റെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനെ ഈ കർത്താവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിതമായ സമയത്ത് മനുഷ്യപുത്രൻ വരുമെന്നാണ്. അപ്രതീക്ഷിതമായ സമയം, ഈ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ജീവിതത്തിൽ, അപ്രതീക്ഷിതമായ സമയം. അപ്പം അതൊക്കെ മുമ്പ് എന്താ സംഭവിക്കണത്? സൂര്യൻ തണുത്ത് പോകും, ചന്ദ്രപ്രകാശം തരത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യപുത്രൻ വരണമല്ല പ്രശ്നം. ദൈവിക ഇടപെടലിന് മുമ്പ് സൂര്യൻ തണുത്ത് പോകും. തണുത്ത് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത തണുപ്പായിരിക്കും. സൂര്യനാണ് തണുക്കണമെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ചൂട് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, സ്നേഹത്തിൻ്റെ ചൂടൊക്കെ പകർന്നു തന്ന്, നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും നിലനിർത്തുന്നത് എന്താണ്? മനുഷ്യൻ്റെ സ്നേഹം തന്നെയല്ലേ നിലനിർത്തുന്നത്. സൂര്യൻ തണുത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്നേഹിച്ച് ഭാര്യയെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യൻ തണുത്ത്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട് തീർന്ന്. ചന്ദ്രൻ പ്രകാശം തരത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മക്കൾ നിങ്ങളെ അംഗീകരിക്കണില്ല. ഈ സഹസ്രധാരണ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കണേ എന്ന് കഴിഞ്ഞാൽ വരുമാനമില്ലല്ലേ ഇപ്പം. അപ്പം മകൾ പറഞ്ഞ് സുവോളജിയാണ് അവൾ പറഞ്ഞ് സ്റ്റഡി ടൂറിന് പോകണമെന്ന് അമ്മയോട് പറഞ്ഞു. എല്ലാം അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ അത് തക്കം നോക്കി ഇരിക്കുകയായിരുന്നു. കാര്യം അപ്പനെന്ന് പറഞ്ഞാൽ കൈക്കൂലൊന്നും മേടിക്കാത്ത ആൾ, കിമ്പളൊന്നുമില്ല. അപ്പം വൈഫ് അങ്ങനെ ആ ടൈപ്പല്ല. കാര്യം വെച്ചാൽ വൈഫിന് ഇയാളുടെ പുച്ഛത കാര്യം ഈ വൈഫിൻ്റെ അനിയത്തി ഒരു എക്സൈസുകാരനെ കല്യാണം കഴിച്ചിരിക്കണം. അപ്പോൾ അവർക്ക് കിമ്പളം കുറെ കിട്ടണുണ്ട്. അതുകൊണ്ട് അവർക്ക് കാറുണ്ട്, മക്കളുടെ ഉല്ലാസയാത്ര ഉണ്ട്, പിന്നെ ശനിയാഴ്ച ഔട്ടിംഗ് ഉണ്ട്, പുറത്ത് ഭക്ഷണം കഴിക്കലുണ്ട്, കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊന്നും ഇല്ല. അത് കാരണം ആണെന്ന് പറഞ്ഞത് വൈഫിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞാണ് ഈ വൈഫ് ഇയാളെ കുറ്റപ്പെടുത്തുന്നത്, പണ്ട് കുറ്റപ്പെടുത്തുന്നത്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ജോലിയില്ല. അപ്പോഴേ വൈഫിന് ഹസ്ബൻഡിനെ അടിക്കാണ്ട് വടി കിട്ടിയിരിക്കണം. എന്താണ് കാര്യം? മകൾ വന്നിപ്പോൾ ചോദിക്കണം എന്താണ് സുവോളജി സ്റ്റഡി ടൂറിന് പോകണമെന്ന്. അപ്പോൾ എപ്പോഴും അമ്മ കാശ് കൊടുക്കും. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കാശിന് കാശ് വേണ്ടേ, ചിരിച്ച് കാണിച്ചാൽ മതിയാന്ന് ചോദിക്കണേന് അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ പുതിയ സിലബസിന് മകളെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് എടുത്തിട്ട് ഈ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് പറഞ്ഞു വിടും. അപ്പനോട് ചോദിക്കും എന്ന് പറയും. അപ്പോൾ അവൾ പറയും അപ്പ സ്റ്റഡി ടൂറാണ് 3000 രൂപ വേണമെന്ന് പറയും. അപ്പം പറയും എടി മകളെ ശമ്പളം പെൻഡിങ് ആണ്, അച്ഛനെ കിട്ടുമ്പോൾ തരാം, നീ അമ്മയോട് ആരോടും മേടിക്കാൻ പറയും. ഉടനെ ഇവള്
മുന്തേം കയറിക്കൊണ്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. സൂര്യൻ തണുത്ത്. മത്തായിയുടെ സുവിശേഷത്തിൽ 24:29 വാക്യം, അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. പൊടുന്നനെയാണ്. ഇതാണ് സംഭവം. പൊടുന്നനെ എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിൽ കരുതണം. ചില സമയത്ത് അപ്രതീക്ഷിതമായി. അപ്പം അതിൻ്റെ വാക്കിൻ്റെ മെയിൻ സംഭവം പൊടുന്നനെയാണ് കേട്ടോ. നിങ്ങൾ പറയും, ഞങ്ങൾ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ എൻ്റെ വലിയ ആന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നോർമൽ ലൈഫിന് കുഴപ്പമില്ല. ഈ പൊടുന്നനെ എന്നും സാധനം വരും ആകസ്മികമായി. സൂര്യൻ ഇരുണ്ടു പോകും. പൊരുന്നനെ പുള്ളിക്ക് ഇപ്പം തഹസിൽദാറിൻ്റെ സൂര്യൻ ഇരുണ്ടില്ലേ, വൈഫ് സമരത്തിലായി, സ്നേഹത്തിൻ്റെ ചൂടൊന്നുമില്ല, തണുത്തു. ചന്ദ്രൻ പ്രകാശം തരികയില്ല. മക്കള് അവർക്ക് സുവോളജിക്ക് പൈസ കിട്ടാതെ വന്നപ്പോൾ വന്നപ്പോൾ അവള് ഇത്രയും നാളെ സഹായിച്ച അപ്പൻ ഇന്ന് അപ്പനല്ലാതെ. ഇതെല്ലാം ഇത്രയും നിങ്ങൾ ഓർക്കണം കേട്ടോ. ആൾക്കാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ധാരണ ഉണ്ടാകണം. നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞങ്ങൾ സങ്കടമില്ലാതൊക്കെ പോകണം. എന്തുകൊണ്ട് പല വിഷയങ്ങളുണ്ടായിട്ടും ഞാനാണെങ്കിൽ ഒരു മനുഷ്യരോട് പറയരുത്. എന്താ കാര്യം? പറയാൻ ആളുള്ളതുകൊണ്ടാണ്. അതാണ് വിഷയം. കേൾക്കാനും പറയാൻ ആളുണ്ട്. അമ്മയും ഈശോയുള്ളതാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിനേക്കാൾ പ്രാധാന്യം ഒരു മനുഷ്യനെയും കൊടുക്കരുത്. കാര്യം അവസാനം കഴിയുമ്പോൾ വരെ കർത്താവ് മാത്രമേ ഉണ്ടാകുന്നു. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയാവോ? ഇപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടു. നമ്മൾ സങ്കടപ്പെടേണ്ട, കർത്താവ് പറഞ്ഞിട്ടില്ലേ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന്. അത് ഭയങ്കര ബൈബിളിൽ ഏറ്റവും രസകരമായൊരു സംഭവമാണിത്. ഇതിന് താക്കോലാണ്. ഇത് വെച്ച് നമുക്ക് കൊട്ടാരം തുറക്കാൻ പറ്റും. ദൈവാനുഗ്രഹത്തിന്റെ കൊട്ടാരമില്ലേ, അത് തുറക്കാൻ പറ്റിയ താക്കോലാണിത്. എന്താണ്? 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതാരാ ചോദിക്കണത് അറിയാവോ? കർത്താവാണ് ചോദിക്കണത്. അല്ല ഔസേപ്പിതാവൊന്നും അല്ല ചോദിക്കണത്, കർത്താവാണ് ചോദിക്കുന്നത്. ഇനി ചോദിക്കാൻ ആരുമില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലാണ് സംഭവം വന്നിരിക്കുന്നത്. വിശേഷവിധിയായി എന്താണ് ചെയ്യണം? എൻ്റെ മക്കളെ, നമ്മൾ നോർമൽ ക്രിസ്ത്യൻസ് ആയിട്ടൊരു കഥയുമില്ല. നോർമൽ ലൈഫിന് ഓക്കെ. പക്ഷേ ഈ പൊടുന്നനെ നമ്മൾ സാധനം വരും. പൊടുന്നനെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈ തഹസിൽദാറിന് സസ്പെൻഷൻ കിട്ടിയ പോലെയാണ്. പൊടുന്നനെ വന്നാണ്. പൊടുന്നനെ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ വരും. സൂര്യൻ തണുത്തു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ പ്രത്യാശ വരെ പോകും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നമ്മുടെ പ്രത്യാശ, നമുക്ക് ലക്ഷ്യം വെച്ചിട്ടാകുമ്പോൾ പോണത്, ആസാരം ടപ്പേന്നും പറഞ്ഞ് താഴെ വീഴും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും. ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോഴാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് എനിക്കറിയാം, സാറിന് അറിയത്തില്ലല്ല. നമ്മൾ സാറ് വിശേഷവിധിയായി സാറ് മുമ്പത്തേക്ക് സാറിപ്പോൾ നോർമൽ ക്രിസ്ത്യൻ ആയിട്ടാണ് പോയത്. സാറിന് അപ്ഗ്രേഡ് ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കുന്നു. ഏതൊരു പണ്ട് പോലെയുള്ള പരിപാടിയാണ് അപ്ഗ്രേഡേഷൻ. അതുകൊണ്ടാണ് എപ്പോഴും അപ്ഗ്രേഡേഷൻ മുമ്പ് ടെസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ദൈവത്തിന്റെ രീതി അതാണ്. അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇപ്പം നമുക്കുണ്ടല്ലോ പരീക്ഷകളൊക്കെ. 6ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു പരീക്ഷയില്ലേ? അപ്ഗ്രേഡേഷൻ്റെ ഭാഗമാണ് പരീക്ഷ. അതുകൊണ്ട് മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അവൻ ആത്മാവ് ശക്തിപ്പെട്ടെന്നല്ലേ പറയണത്. അപ്പം ശക്തിപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷകൾ വെച്ചിരിക്കുന്നത്. അപ്പം തഹസിൽദാറിന് മരുഭൂമിയുടെ കർത്താവിൻ്റെ മരുഭൂമി പരീക്ഷ കഴിയുമ്പോൾ എന്താ പറയണത്? അവൻ ആത്മാവ് ശക്തിയോടെ. ലുക്ക 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ മരുഭൂമിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിക്കണത്? ആത്മാവിന്റെ ശക്തിയോടെ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ നോർമൽ വേ ഓഫ് ലൈഫിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇതുപോലെ ടെസ്റ്റ് വരും. ഇപ്പൊ തഹസിൽദാറിനോട് ടെസ്റ്റായിട്ട് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഞാൻ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു, വിശിഷ്യ കുറെ എക്സ്ട്രാ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പുള്ള കഥയായത് കാരണം, സംഭവമായത് കാരണം പുള്ളിക്കാരൻ അന്ന് ചെയ്തതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കളക്ട് ചെയ്ത് പിന്നെ എല്ലാ ശനിയാഴ്ച പുള്ളിക്കാരൻ പിന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ആൾക്കാരെ കളക്ട് ചെയ്ത് സസ്പെൻഷൻ കാലത്ത് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ആൾക്കാരെ കളക്ട് ചെയ്ത് ധ്യാനത്തിന് കൊണ്ടുവരും. അതായത് പരിപാടി. ആ കാലങ്ങളിലെല്ലാം വൈഫും മക്കളും എല്ലാം പുള്ളിയെ സൂര്യൻ തണുത്തു പോവുകയും ചന്ദ്രൻ പ്രകാശം തരികാതിരിക്കുകയും നക്ഷത്രങ്ങൾ നിബന്ധിച്ചു പോകുന്ന കാലത്ത് കർത്താവ് നമ്മളെ കൈവിടത്തിലല്ല. എന്താ കാര്യം? കർത്താവിന് അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട്. അതിലെ ഈ ഉടമ്പടിയിൽ എല്ലാവരും കയറി വരുന്നതിൻ്റെ കാര്യം എന്താണ്? എന്താ കാര്യം? കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്?
ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അത് കേൾക്കുമ്പോൾ എന്ത് ത്രില്ല. ഹെബ്രായ 13:5, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വൈഫും മകളും ഒക്കെ ഇപ്പൊ അവഗണിച്ചില്ലേ, പക്ഷെ കർത്താവ് നിന്നെ ഒരിക്കലും അവഗണിക്കത്തില്ല. ഇനിയിപ്പോ വൈഫുമാരെ മക്കളും കൂടി എന്റെ കരുത്തേക്കാരരുത്, മറിച്ച് ഭർത്താക്കന്മാരെ അവഗണിക്കേണ്ട കേസ് ഇതുമാത്രമാണ് ഉള്ളത്. ആരവഗണിച്ചാലും നിന്നെ അവഗണിക്കാത്ത കർത്താവിലേക്ക് കൂടുതൽ ആത്മബന്ധം പുലർത്താൻ വേണ്ടിയായിരിക്കും ഇതുപോലെയുള്ള താസിദാർ ടൈം കഴിഞ്ഞപ്പോൾ ആ കേസ് കർത്താവ് തന്നെ ഏറ്റെടുത്ത് അത് മുഴുവൻ തള്ളിപ്പോയി തന്നെയല്ല, മുൻകാല പ്രാബല്യത്തിൻ്റെ ശമ്പളവും കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ എന്ത് കിട്ടി? അതിൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടി. അത്രേ ഉള്ളു. ഒരു കുരിശ് കിട്ടുമ്പോൾ അതിനോട് കർത്താവിനോട് കിട്ടും. അതെപ്പോഴും ഓർത്തേക്കില്ല, ഒരു കുരിശിനെ കിട്ടിയാൽ നീ വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടും. അല്ല, നിങ്ങളെ കർത്താവിൻ്റെ കൂടെ കുരിശ് കിട്ടിയെന്ന് പറയരുത്, കുരിശിൻ്റെ കൂടെ കർത്താവിനെ കിട്ടിയെന്ന് പറയരുത്. ഉടമ്പടിയുടെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ബയോളജി, ജീവശാസ്ത്രം, അതിൻ്റെ ഓരോ അവയവങ്ങളും ഘടകങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നുവോ ആ ദൈവം തന്നെയാണ് ഉടമ്പടി ലക്ഷ്യം. ബൈബിൾ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മാനുഷികമായ ബലഹീനതയിൽ ഇരുട്ടിൽ കിടക്കുന്നവർക്കും ഒരു പ്രത്യാശയാണ്. ഏത് പാപാവസ്ഥയിൽ കിടക്കുന്നവനും ഒരു പ്രത്യാശ കൊടുക്കും. എന്താണ്? അന്ധകാരത്തിൽ കിടക്കുന്നവർ ഒരു പ്രകാശം കണ്ടു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 4:16 ഭയങ്കരമായ ഒരു വചനമാണിത്. അതായത് മത്തായി 4:16, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ, പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അതായത് മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം തന്നെയാണ്. പാപത്തിന്റെ ശമ്പളം മരണം. അതാണ് പാപത്തിന്റെ ശമ്പളം മരണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 6:22, റോമ 6:22. പാപത്തിന്റെ വേതനം മരണമാണ്. പാപത്തിന്റെ ശമ്പളം, പറഞ്ഞേ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണമാണ്. റോമയുടെ കൂടെ പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറയുന്ന വചനത്തിന്റെ കൂടെ വായിച്ചേ. മത്തായി 4:16, മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും, മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിപർവ്വതത്തിന് താഴ്വര എന്നല്ല എൻ്റെ അർത്ഥം. പാപത്തിന്റെ മേഖലയിലെ കാര്യം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പം മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിന് ഒരു മേഖല തന്നെയുണ്ട്. പാപത്തിന് വലിയൊരു മേഖലയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് പാപത്തിന്. അപ്പോൾ ഒരു ഈ പാപത്തിൻ്റെ ഒരു സിൻ സോൺ എന്ന് പറയാവുന്ന സിൻ സോൺ എന്ന് പറയുമ്പോൾ അത് ഒരു പാപമായിട്ട് വരത്തില്ല. ഒരാളിന് ഒരു പാപം ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ ഒരു സോണിൽ തന്നെ ആ മുഴുവൻ പാപമായിരിക്കും. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇവിടെ അതിരപ്പള്ളി പണ്ട് ഞാൻ പോയിട്ടുള്ളതാണ്, 70-75 പോയിട്ടുള്ളതാണ്. അപ്പം അന്ന് പോയപ്പോൾ അവിടെയൊക്കെ എണ്ണപ്പനയില്ലേ. ഇപ്പോൾ ചെല്ലുമ്പോൾ മുഴുവൻ എണ്ണപ്പനയാണ്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞാൻ പോയപ്പോൾ ആ എണ്ണപ്പനയുടെ ആ കാട്ടിക്കുടിയൊക്കെ വെറുതെ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. എന്താ പോയെന്ന് വെച്ചാൽ ഭയങ്കരമായൊരു കുളിർമയാണ്. അപ്പോൾ അത് ഈ പെണ്ണപ്പനയുടെ മേഖലയാണ്. ഇതുപോലെ ഒരു പനയായിട്ടൊന്നും ഉണ്ടാകത്തില്ല. പാപത്തിൻ്റെ ഒരു പനയായിട്ടുണ്ടാകത്തില്ല, ഒരു മേഖലയായിരിക്കും ഉണ്ടാകുന്നത്. ഈ മേഖല, പാപത്തിൻ്റെ മേഖലയിൽ എന്ത് ചെയ്യണം? അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. അപ്പം ഞാനെന്ന് പറഞ്ഞ കാര്യം അത്ര കുറച്ച്. അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. യോഹന്നാൻ 3:30. യോഹന്നാൻ 3:30. അവൻ വളരുകയും, അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയാള്. ഉടമ്പടിയിൽ എന്താ സംഭവിക്കേണ്ടത്? യോഹന്നാൻ 3:30 സംഭവിക്കണം. എന്താണ്? അവൻ വലുതാകുകയും ഞാൻ കുറയുകയും വേണം. അവിടെയാണ് ഒരു പ്രശ്നം. അപ്പം 2 പ്രോസസ്സാണ് നടക്കുന്നത് ഒരേ സമയത്ത്. എന്താ കാര്യം? അവൻ വലുതാകുകയും ചെയ്യണം, പിന്നെ എന്താണ്? ഞാൻ കുറയുകയും ചെയ്യണം. യോഹന്നാൻ കുറയുന്ന കാര്യമല്ല, ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ. എന്താണ് ഞാനെന്ന് പറയുന്നത്? എന്താണ്? അഹം. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയത്തില്ല. എന്താ കാര്യം? അഹത്തിന് ബ്രഹ്മാസ്മി ആകാനൊന്നും പറ്റത്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന സംഭവമുണ്ട്. എന്താ കാര്യം? ഞാനെന്ന് പറയുന്നത് എന്താണ്? ബൈബിൾ പറയും, ഞാൻ ദുർഭകനായ മനുഷ്യൻ,
ആരെങ്കിലും എന്നെ രക്ഷിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. എന്താ കാര്യം? എന്നെക്കൊണ്ട് തന്നെ എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ അതാണ് അത്. ടേക്ക് ദ ബെഡ് ഓഫ് 7:24 റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇതാണ് ഞാൻ എന്ന് പറയണത്. എന്താണ് ഞാൻ? എന്താണ്? ഒരു ഗതികെട്ട മനുഷ്യനാണ്. എന്താണ്? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വായിച്ചോളൂ. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന്. അവിടെ മരണം എന്ന് പറഞ്ഞാൽ പാപമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുർഭകനായ മനുഷ്യൻ. പാപത്തിന്. അപ്പൊ മരണത്തിന് എന്നാണ് എഴുതിയിരിക്കണമെങ്കിൽ നമുക്ക് ബൈബിളിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് മരണം എന്ന് പറഞ്ഞ ഉടനെ പാപമെന്ന് നമ്മൾ വായിക്കേണ്ടി വരും, തർജ്ജമ ചെയ്ത് വായിക്കേണ്ടി വരും. എന്താ? ഞാൻ ദുർഭകനായ മനുഷ്യൻ പറഞ്ഞേ. പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന്. അപ്പൊ ശരീരമാണ് പ്രശ്നം. ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ശരീരത്തിൽ നിന്ന് ആരെങ്കിലും മോചിപ്പിക്കണം. എന്താ കുഴപ്പം? എന്താണ്? എത്ര കിട്ടിയാലും പോരാ. അതാണ് പ്രശ്നം. എത്ര കിട്ടിയാലും പോരാ. ഇപ്പം ഓരോ വ്യക്തികൾ എന്താ ചെയ്യണത്? നമ്മൾ ഓരോരോ ആൾക്കാർ മലയാളത്തിൽ സംഭവിക്കണുണ്ടല്ലേ. ഇപ്പം ഞാൻ ഈ ദിവസം തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കണം തോന്നാമെന്ന് പറഞ്ഞ്. തമിഴ്നാട് കണ്ടപ്പോഴേ ഞാൻ ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കാൻ. അതാണ് ഞാൻ ഇന്ന് നമ്മൾ അതിർത്തി പ്രദേശങ്ങളിൽ ചെന്നാൽ മനസ്സിലാകും. അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പണ്ടുണ്ടായിരുന്നത് സാധാരണ മനുഷ്യൻ ജീവിക്കാൻ പറ്റിയൊരു വീട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരെല്ലാവരും 2 നിലയും 3 നിലയും ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ 3 നില ആക്കിയാൽ കുഴപ്പമില്ല. എന്താ പ്രശ്നം? അതിൻ്റെ അകത്തൊരു 30 ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 3 പേരെ താമസിക്കുന്നുള്ളൂ 3 നിലയിൽ. അവിടെയാണ് ഈ ഞാനെന്ന് പറഞ്ഞ സാധനം വരണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരികയാണ്. വിരുന്നുകാർ വരുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ 2 കൈ നീട്ടിക്കൊണ്ട് അവിടുത്തെ വായും പൊളിച്ച് ചുമ്മാ അഭ്യാസമാണ്. അവർക്ക് പറയാം മലയാളിക്ക് പുറത്ത് അഭിനയം കൂടുതലാണല്ലോ, നമ്മളെല്ലാവരും ആക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇവർ വായും പൊളിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്ര നാളെ കണ്ടിട്ട് ഈ വഴിയൊക്കെ മറന്നാ ആര് വെറുതെ പറഞ്ഞ അതൊക്കെ ചുമ്മാ അടിച്ചു വിടണമെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഈ വഴിയൊക്കെ മറന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചിങ്ങനെ 70 പല്ലും കാണിച്ച് നിൽക്കല്ലേ. അപ്പോഴുണ്ട് അവർ പറയണം എൻ്റെ ഇളയമ എൻ്റെ കൊച്ച മറന്നു. ഞാനോർത്ത് അതാണ് നമ്മുടെ വീടെന്നും പറഞ്ഞു. ഞാൻ കുറേ നാളായല്ലേ ഇവിടെ വന്നിട്ട് 10-12 കൊല്ലം. ഞാനോർത്ത് അതാണെന്നും പറഞ്ഞു ആ വീട്ടിൽ കയറി, കാറുള്ള വീട്ടിൽ കയറി ചെന്നു. ഇവിടെ വീട്ടിൽ കാറില്ല. അപ്പോൾ ഇവരുടെ വീടാണെന്നും പറഞ്ഞ് അവിടെ കയറി ചെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഈ 70 അങ്ങനെ അതിനെ കൊട്ടി അടച്ച് തീർന്ന പരിപാടി. ഇതാണ് ഞാനെന്ന് പറയുന്ന സാധനം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവരെ എന്നെയും തമ്മിൽ തുലനം ചെയ്തിട്ടില്ലേ. അപ്പം ഞാൻ അവരല്ലെന്ന് പറയുമ്പോൾ എനിക്കെന്തോ കുറവുണ്ടെന്നല്ലേ ഭർത്താവ്. വീട് മാറി കയറിയെന്നാ പറയണേ. വീട് മാറി കയറിയപ്പോൾ തന്നെ നെഞ്ചുവേദനയായി. വേറെ പറഞ്ഞതേ ഉള്ളേ. നമ്മളാരും കയറിയില്ല, അവരാണ് കയറിയത്. അവർ നമ്മുടെ വീട് മാറി വേറെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നെഞ്ചുവേദന. ഇതാണ് ഈ നെഞ്ചുവേദന പറയണം. ബ്രഹ്മാസ്മി അല്ല ശരിക്കും നെഞ്ചുവേദന. കണ്ടവൻ്റെ വീട് നമ്മളെക്കാളത്തിൽ വലുതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഞാനില്ലേ, അതാണ് നെഞ്ചുവേദന അവിടെ എടുക്കണം. ഞാൻ ഈ ഞാനുണ്ട്. ഈ ഞാൻ ആര്? അത് ബൈബിൾ ചോദിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ ആര് രക്ഷിക്കും ഈ അഹംഭാവത്തിൽ നിന്ന്? അത് തന്നെ ജീസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ യോഹന്നാൻ പറയും ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇവൻ ഭയങ്കര പുള്ളിയാണ്. ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്നിരിക്കുന്ന ആളാണ്. എന്നോട് അപ്പ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്ത് വല്ലാത്ത പറച്ചിലാണ് യോഹന്നാൻ പറയണത്. അതായത് ഇന്ന് യേശുവിൻ്റെ ജ്ഞാനസ്ഥാനത്ത് തിരുന്നാളല്ലേ. അപ്പോൾ എന്താ യോഹന്നാൻ പറയണത്? ഇവൻ ഭയങ്കര പുള്ളിയാണ്. ഇവൻ ആരാണ്? യോഹന്നാൻ 1:29 പറയും ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി അപ്പ പറഞ്ഞു വിട്ടിരിക്കുന്ന ആളാണ് ഇവൻ. പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? ഇവൻ വളരണമെങ്കിലേ ഞാൻ ചെറുതാകണമെന്ന്. അതാണ് വിഷയം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു പാപം എന്താണ്? പാപത്തിൻ്റെ മേഖല. പാപം ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഞാൻ എന്നുള്ള സംഭവം നിലയ്ക്കുള്ള കാലം ആ ഞാൻ ഉണ്ടാക്കുന്ന റിസൾട്ടിൽ പാപത്തിൻ്റെ ഒരു മേഖല ഉണ്ടാകും. അതാണ് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് 4:16 പറയുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ മേഖലയിൽ താമസിക്കുന്നവരെ, മരണത്തിൻ്റെ നിഴൽ വീണ മേഖലയാണ്. ഒരു പാപമായിട്ട് ഒരാൾക്കുണ്ടാകത്തില്ല. അതിലേറ്റവും വലിയ പാപം നിങ്ങൾ ഓർക്കും സെക്സാണെന്ന് വിചാരിക്കും. ബൈബിൾ സെക്സിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. 6ാമത്തെ സ്ഥാനമേ സെക്സിനുള്ളൂ. നമ്മൾ പറഞ്ഞ് സെക്സ് ഒന്നാക്കിയതാണ്. മനസ്സിലായില്ലേ? കാര്യം ബൈബിളിൽ സെക്സ് എന്ന് പറഞ്ഞ സംഭവത്തിന്
6ാമത്തെ സ്ഥാനമേ ഉള്ളൂ. കാരണം 6ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്തതെന്നുള്ളത്. വ്യഭിചാരം ചെയ്യുന്നുള്ള 6ാമത്തെ കൽപ്പനയാണ്, 1ാമത്തെ കൽപ്പന അല്ല. 1ാമത്തെ കൽപ്പന ആരാണ്? വേറെ ഒരു ഞാനുണ്ടെന്നാണ് പറയണത്. എന്താണ്? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 20:3. പുറപ്പാട് 20:3. ഞാനല്ലാതെ വേറെ ദേവന്മാർ മറ്റൊരു ദേവന്മാർ നിനക്കുണ്ടാകരുത്. അതാണ് ഞാൻ. എന്താ ഇപ്പൊ പറയണത്? ഈ ഞാൻ എന്ന് പറയുന്ന ദൈവം നമ്മൾ വളരുകയും ഈ ജഡത്തിലുള്ള ഞാൻ ചെറുതാകുകയും ചെയ്യണം. ബൈബിളിൻ്റെ ഒരു ഇക്വേഷൻ അതാണ്. ഞാൻ, അതായത് ദൈവമാകുന്ന ഞാൻ എന്നിൽ വളരണം. ക്രിസ്തുവിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ക്രിസ്തു എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. എന്താണ്? ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചാൽ അതിൻ്റെ ടെൻഡൻസി എന്താണ്? വളർന്നുകൊണ്ടേയിരിക്കും നമ്മളിൽ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഞാനെന്ന് പറയുന്ന ജഡിക ഞാൻ, എൻ്റെ ഇച്ഛാശക്തി, ഇപ്പം നമുക്കുണ്ടാകുന്ന വൈരാഗ്യങ്ങളില്ലേ, ബൈബിളിൽ ക്ഷമിക്കാനൊക്കെ പറയത്തില്ലേ? പിന്നെ എൻ്റെ പട്ടി ക്ഷമിക്കും. ഏത് പട്ടിക്കൊരു കാലം ഉണ്ടാവും, ഏത് പുളിച്ചും പൂക്കും. എൻ്റെ പുളിച്ചും പൂക്കും. അപ്പോൾ ഞാൻ അവിടെ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹർട്ടാകും നമ്മൾ. ഇതാണ് ഞാൻ, ജഡിക ഞാനെന്ന് പറയുന്നത്. ഈ ദൈവം നമ്മൾ വളർന്നു കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. ആ പോകാൻ പറ, പോയിക്കട്ടെ, കളയട്ടെ. ദൈവനാമത്തിൽ നമ്മളത് കണ്ടില്ലെന്ന് വെക്കും. ഈ ക്ഷമ വളരുമ്പോൾ അതിൻ്റെ കൂടെ ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. അതാരാണ്? ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ അനുഭവ തലങ്ങളാണ് സഹിക്കുന്ന സ്നേഹം. ഇപ്പം സഹിക്കുന്ന സ്നേഹമാണ് നിന്നിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിൻ്റെ അയൽവാസി പല പരിപാടിയും കാണിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അയൽവാസി കാണിക്കുന്ന പരിപാടി എന്താണ്? വേസ്റ്റ് കൊണ്ടുപോകും നമ്മുടെ മുറ്റത്തിലും അല്ലെങ്കിൽ നമ്മുടെ വെയിലിപ്പുറത്തിലും. നമ്മളില്ലാത്ത സമയത്ത് നോക്കി നമ്മുടെ താരം എടുത്തുകൊണ്ട് പോകും. എൻ്റെ അച്ഛൻ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാണ്? മനുഷ്യൻ്റെ കണ്ണ് വെട്ടി അപ്പം അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാതെ നീ ഉരലെ കെട്ടിപ്പിടിച്ച് വീട്ടിരിക്കുന്നവരുണ്ട് പാവത്തങ്ങൾ. കൊണ്ടേ തിന്നെ, നീ കൊണ്ടുപോയ കർത്താവിലേക്ക് തരുമെന്ന് പറഞ്ഞ് പോരണ്ടേ? അപ്പോൾ എന്താണ്? കർത്താവ് നിന്നെ വളരുന്നു. കൈയടിക്കട്ടെ. യോഹന്നാനോട് പറഞ്ഞേ, വേറെ ഒരുത്തൻ നമ്മുടെ കൂടെ ജോർദാൻ്റെ അക്കരെ ഉണ്ടായിരുന്ന ആളില്ലേ, അങ്ങേരും നിന്നെപ്പോലെ ജ്ഞാനസ്ഥാനം കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ്. കർത്താവിന് വാസത്തിൽ ജ്ഞാനസ്ഥാനം ആരെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. യോഹന്നാനെ കൊണ്ട് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് യോഹന്നാനെ കൊണ്ട് ഈ പ്രബോധനം പറയിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു ജ്ഞാനസ്ഥാനം കൊണ്ട് കൊടുത്തത് കർത്താവ്. അപ്പോൾ കർത്താവ് ജ്ഞാനസ്ഥാനം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിലാണ്, വെള്ളത്തിലല്ല, പശ്ചാത്താപത്തിൽ ജ്ഞാനസ്ഥാനമല്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന യോഹന്നാനെയാണ്. എന്നിട്ടും കർത്താവ് ജ്ഞാനസ്ഥാനം കൊടുത്തത് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണ്? ജ്ഞാനസ്ഥാനത്തിലൂടെ, സഹനത്തിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനിഷ്ടമായി. ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇഷ്ടത്തിന് അനിഷ്ടമായി ബെൻഡായിട്ട് വേറെ ഇഷ്ടം വരും. ആരുടെ ഇഷ്ടം വരും? വേറെ ഒരു ഞാനുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം വരും. അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. അതിന് ദൈവ ഇഷ്ടത്തിന് ഞാൻ എണ്ണത്തിന് തയ്യാറാക്കുന്നതാണ് ജ്ഞാനസ്ഥാനം. അത് വെള്ളം കോരി ഒഴിക്കണ കേസുകത്ത് മാത്രമല്ല. നീ ഒരു വെള്ളം കോരി ഒഴിച്ചില്ല, നിനക്ക് കർത്താവിനെ നിൻ്റെ ഹൃദയത്തിൽ വളരണം എന്ന് നീ ആഗ്രഹിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൻ്റെ ഇഷ്ടം മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ അപ്പോഴും നീ ജ്ഞാനസ്ഥാനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താ ജ്ഞാനസ്ഥാനം എന്ന് പറയണത്? നമ്മുടെ ഇഷ്ടത്തിനെതിരെ വേറെ ഒരു ഇഷ്ടം കയറി വരികയും അത് ദൈവനാമത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ദൈവേഷ്ടമായിട്ട് കൺവേർട്ട് ചെയ്യും. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടത്തിനെതിരെ വേറെ ഇഷ്ടം കയറി വരും. അത് ദൈവേഷ്ടമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊരു ജ്ഞാനസ്ഥാനമായിട്ട് മാറും. എന്താണ്? നിന്നെ പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഉപാധിയായി മാറും. ഇപ്പം നീ ഒരു കുഞ്ഞുടുപ്പ് തയ്പ്പിച്ചു, കുറച്ച് പൊട്ട് വാങ്ങിച്ചു വെച്ച്, കുറച്ച് കരിമഷി മേടിച്ച് വെച്ചു, കുറച്ച് കരിവളം മേടിച്ച് വെച്ചു. അപ്പോൾ നീ ഉടനെ പ്രഗ്നൻ്റ് ആയുള്ള അമ്മയാണെങ്കിൽ പറയും, എൻ്റെ കുഞ്ഞുവാവ് വരുമ്പോൾ ഞാൻ ആരുടെയും കൊതി തട്ടാതിരിക്കാൻ വേണ്ടി കരിവള ഇടിക്കും. വല്ല കാര്യമുണ്ടോ? കരിവള അന്ധവിശ്വാസമാണ്. നമ്മുടെ കരിവള ഇടാത്ത വല്ലവരും ഉണ്ടാ? എന്താ കരിവള കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. എൻ്റെ കുഞ്ഞിനെ വേറെ ആരെയും നോക്കരുതെന്ന്. എൻ്റെ കുഞ്ഞ് പറ്റിയിട്ടില്ലേ? ഞാൻ വര കണ്ടില്ലേ? എൻ്റെ കുഞ്ഞിനെ വേറെ ആരും നോക്കരുത്, ആരും കണ്ണ് തട്ടരുത്. അതുകൊണ്ട് കരിവള ഇട്ടിട്ട് കരിമഷ കണ്ണൊക്കെ ഇങ്ങനെ എന്ത് ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പ്രാകൃത വേഷമാണ്. ഞാൻ ചോദിക്കും, നീ തന്നെ ഇത് പറ്റതാണെന്ന് ചോദിക്കും. പക്ഷേ അമ്മ തന്നെ അത് മിടിക്കുകയായിരിക്കണം. കൊച്ചാണെങ്കിൽ മൊത്തം കരിവാരി തേച്ച് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ കണ്ണ് തട്ടരുതെന്ന്. അങ്ങനെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ ആവരുത്. അങ്ങോട്ട് പോരുത്, അവിടെ പോയി കളിക്കരുത്, അവർ ചീത്ത പിള്ളേരാണ് എന്ന് പറഞ്ഞിട്ട് ഈ തള്ള അവർ സ്ക്രൂ ചെയ്തിട്ട് ഈ കുഞ്ഞിനെ വേറെ ഒരു പണ്ടാരമായിട്ട് വളർത്തിക്കൊണ്ട് വരും. വേറെ സാധനം, മറ്റുള്ളവരുടെ അരിശം, പുച്ഛം. കാര്യം ഇവരുടെ പുച്ഛവും അരിശവും ഒക്കെ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കും. ഇതാണ് ഞാനെന്ന് പറയുന്നത്. ഈ ഞാൻ ചെറുതാകണമെന്നാണ് പറയണത്. ഇത് വെച്ചോണ്ട് ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് ഉടമ്പടി പറഞ്ഞത്? എന്താണ്? അവൻ വലുതാകണം. അവന് എല്ലാ മനുഷ്യരെയും വെറുപ്പില്ല. ആരോടും ചുങ്കക്കാരോട് പറയും, മത്തായി കൂടെ വാ,
ഇവിടെ വന്നാൽ പറയില്ല നിൻ്റെ കൂടെ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കണതേ 10 മനുഷ്യരെ കാണണം. അതാണ് പ്രശ്നം. കണ്ണ് നിറഞ്ഞു പോകും കർത്താവിൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ. ചുങ്കക്കാരൻ അബോമിനൽ പേഴ്സണാണ്. ചുങ്കക്കാരൻ എല്ലാവർക്കും പുച്ഛമാണ്. ഇവരെ കാണുന്നതിന് അവർ തുപ്പ് ഉടനെ അവനെ വിളിച്ച് പറഞ്ഞേ, നിന്നെക്കൊണ്ട് കുറച്ച് പണി ദൈവത്തിനുണ്ട്, അത് ഞാൻ ചെയ്യിക്കും, നീ എൻ്റെ ചരിത്രം എഴുതും. പക്ഷെ അതിക്ക് മുമ്പ് നിന്നെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാറുണ്ട് എനിക്ക്, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. സഖ്യഭൂഷണം പറഞ്ഞു. സഖ്യഭൂഷണം പറഞ്ഞു, നീയും ചുങ്കക്കാരനാണ്, നിന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് നാട്ടിൽ. ഈ സമൂഹത്തിൽ നിന്നെക്കുറിച്ച് പേരില്ല, നിന്നെക്കുറിച്ച് ദുഷ്പേരാണ് ആൾക്കാർ പറയണത്. നിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മോന്ത പോവും. അത് ഞാനൊക്കെ മാറ്റിയെടുക്കും, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും. ഈ സഖ്യഭൂഷൻ്റെ വീട്ടിലും ഈശോ പോയി, ഈ മത്തായിയുടെ വീട്ടിലും പോയി. 2 പേരുടെ വീട്ടിലും ചെയ്തത് എന്താ? ഭക്ഷണം കഴിക്കണേ ചെയ്ത് 2 പേരുടെ വീട്ടിലും ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്താ, അവരെ മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ദൈവപൈത ഓർക്കുക, നീ എത്ര മോശപ്പെട്ടതാണെന്ന് ഈ സമൂഹം പറഞ്ഞാലും ദൈവം നിന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം എന്താണ്? നീ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് നിന്നെ വേണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സഖ്യേവൂസിൻ്റെയും മത്തായിയുടെ വീട്ടിൽ കർത്താവ് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും വന്ന് വേരിക്ക പാത്തുനിന്ന് ഇങ്ങനെ വേരിക്ക മുകളിൽ തലയിട്ടോണ്ട് നോക്കുകയാണ്. ഇതെന്താ ഇവൻ്റെ വീട്ടിൽ കർത്താവ് കയറിയത്? ഇവൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കർത്താവ് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടപ്പോഴേ ആൾക്കാർക്കെല്ലാം മനസ്സിലായി സഖ്യേവൂസും മത്തായിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോഴേ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറയും, നിങ്ങളും വന്ന് വേരിക്ക ഇങ്ങനെ തലപൊക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കും മത്തായിയുടെ വീട്ടിൽ നിന്ന്. അവരും വന്ന്, അവർ പണ്ട് മത്തായിനെ പൂജിച്ച ആൾക്കാരൊക്കെയാണ്, അവരും വന്ന് അവിടെ കൊടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ ഈ സ്നേഹത്തിൻ്റെ മുഖ്യധാരയെ കൊണ്ടുവരും. സഖ്യഭൂഷനാണെങ്കിൽ വല്ലാത്ത 2 പേരും പറഞ്ഞ്, മത്തായി പറഞ്ഞ്, കർത്താവേ എനിക്ക് പണി വേണ്ട കേട്ടോ, നിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ നിൻ്റെ തന്നെ മതി, ഞാൻ നിൻ്റെ കൂടെ വല്ല എഴുത്തും കുത്തുമായിട്ട് നടന്നേക്കാം. അങ്ങനെ മത്തായി കൂടെ പോന്നു. സഖ്യഭൂഷ് പറഞ്ഞ, കർത്താവേ ജനത്തിന് എന്നെ വേണ്ട, ജനത്തിന് എന്നെ പുച്ഛമാണ്, ജനത്തിന് എന്നെ വൈരാഗ്യമാണ്. പക്ഷേ ഈ ജനം കണ്ട, ഈ ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലേ, എനിക്കത് മതി, എനിക്ക് പിന്നെ ഈ സ്വത്തെന്തിനാ, എല്ലാം ഞാൻ കളയുകയാണ്, എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം, എന്താണ് നീ എന്നിന് വളർന്നാൽ മതി, ഞാൻ ചെറുതായാൽ മതി എന്ന്. കണ്ട സഖ്യഭൂഷ കണ്ട ശ്രുതികട അതായത് കർത്താവിൻ്റെ ഈ സ്നേഹമില്ലേ, എല്ലാവരോടും കാണിക്കുന്നൊരു സ്നേഹമുണ്ട്, ആരെയും എഴുതി തള്ളത്തില്ല. നീ ഒരു ഭയങ്കരമായ നിൻ്റെ സമൂഹവും സഭയും ഒക്കെ നിന്നെ ഇങ്ങനെ മാർജിനലൈസ് ചെയ്താലും കർത്താവ് മാർജിനലൈസ് ചെയ്യത്തില്ല. നിനക്കൊരു അവസരം തരും, നിനക്കൊരു ദിവസം തരും, നിനക്കൊരു ദിവസം ഉണ്ട്, അത് നിൻ്റെ രക്ഷയുടെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വെയിറ്റ് ചെയ്യും. എത്ര കാലം വേണമെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നിനക്ക് വേണ്ടി എത്ര കാലം വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു ദൈവം ഉണ്ടപ്പോൾ നീ എന്തിനാ വിഷമിക്കേണ്ട? ദൈവം പോയതല്ലേ. ശ്രുതികട ഹല്ലേലൂയ. അതായത് സ്നേഹത്തിലെ എല്ലാവരും പറയുവേ, എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്, ഇപ്പം ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് കുറേ നാളായി. അതാണ് സംഭവം. അതായത് ഇപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. വാട്സപ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴേ പണ്ട് എന്നാ വിളിച്ചത് 2022 ഒരു മെസ്സേജ് വന്നതാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഇപ്പം ഇത് നിൻ്റെ വിഷയമായതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാകത്തില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു പഴയ സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്ക് എന്നില്ലേ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്ക് ഇല്ല. അതെപ്പോഴെന്ന് പറയും, നമുക്കൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഇപ്പോൾ എവിടെയാണോ ആവോ. നമ്മളങ്ങനെയല്ലേ പറയണത്, എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു, ഞങ്ങൾ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയാണോ ആവോ എന്നാണ് നമ്മൾ പറയണത്. പക്ഷേ ദൈവം പറയത്തില്ല, എനിക്ക് പണ്ടൊരു സ്നേഹിത ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയാണോ ആവോ. അങ്ങനെ ദൈവം നിന്നോട് പറയത്തില്ല. ദൈവം പറയും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതാണ് പറയുന്നത്, ഓരോ പ്രഭാതത്തിലും അവൻ്റെ നിന്നോടുള്ള സ്നേഹം പുതിയതാണെന്ന്. ശ്രദ്ധിക്കട്ടെ. വിലാപങ്ങൾ 3:22 വിലപിച്ചോണ്ട് പ്രവാചകൻ പറയണത് എന്താണെന്ന് നോക്കിയേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പറഞ്ഞ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കണ്ടില്ലേ, ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. എന്ന് വെച്ചാൽ നീ ഉടമ്പടി ഇട്ടും പോയാലും നിന്റെ ദൈവം നിന്റെ ഉടമ്പടി ഇട്ടു പോകത്തില്ല. മനസ്സിലായില്ലേ? നീ ഉടമ്പടി ഇട്ടു പോയാലും നിന്റെ ഉടമ്പടി, നിന്നോട് ദൈവം ചെയ്ത ഉടമ്പടി ഇട്ടു പോകത്തില്ല.
അപ്പോൾ നിങ്ങൾ ആരും പറയരുത് പണ്ട് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇപ്പം അല്ലെന്ന് പറയരുത്. കർത്താവ് പറയും ഇപ്പോഴും ആണെന്ന് പറയും. കാര്യം എന്താണ്? എനിക്ക് നിന്നുള്ള സ്നേഹം ഓരോ പ്രഭാതത്തെയും പുതിയതാണ്. കൈയടിക്കട്ടെ. ഈ ദൈവസ്നേഹം ഉണ്ടല്ലോ മക്കളെ, ഈ ദൈവസ്നേഹം ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, മനസ്സിലായില്ലേ? പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തേക്കാൾ വലുതാണ് പാപം എന്ന് പറയരുത്. എന്താണ്? പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഉടമ്പടി ഉദ്ഘോഷിക്കുന്നത് അതാണ്. ഈ പാപത്തേക്കാൾ വലുതായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിയിലാണ് നീ നിൽക്കുന്നത്. നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല. പിശാചാണ് പറഞ്ഞത് നീ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന്. നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല. വചനം പറഞ്ഞത് എന്താണ്? നീ ഇപ്പോഴും എൻ്റെ റേഞ്ചിലാണെന്നാണ് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നിങ്ങളെ പാപത്തെ അഡ്രസ്സ് ചെയ്യാതിന് പകരം ദൈവസ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം. അതിൻ്റെ ഫലം എന്താണ്? സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? സ്നേഹത്തിൻ്റെ ഫലം കൃപയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? സ്നേഹത്തെ പാപത്തെ അഡ്രസ്സ് ചെയ്യാതെ എന്തിനെ അഡ്രസ്സ് ചെയ്യണം? ദൈവസ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളുടെ പത്രം കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് കൊടുക്കണം. ഇന്നലെ ചാക്കോച്ച് ഒരു അപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞു. ചാക്കോച്ച് അപ്പച്ചൻ നമ്മുടെ ആദ്യം പറഞ്ഞ ജോസഫീന അമ്മച്ചിയുടെ ഭർത്താവാണ് ചാക്കോച്ച അപ്പച്ചൻ. അപ്പോൾ അപ്പച്ചന് മരിച്ചുപോയ ആളാണ്. 4 അറ്റാക്ക് വന്ന് മരിച്ചുപോയപ്പോൾ അമ്മ കിടന്ന് കാറി. അമ്മ പണ്ട് 2019 ഉടമ്പടി എടുത്ത ആളാണ്. അപ്പം അമ്മ പറയണേ, കർത്താവ് അമ്മേ 2 കൊല്ലം കോവിഡായിട്ട് വരാൻ ഒത്തില്ല. പിന്നെ എനിക്ക് തോന്നി നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. അതിനൊക്കെ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. കേട്ടില്ലേ? അമ്മ 2 കൊല്ലം 2019 ഞാൻ ഉടമ്പടി എടുത്തതാണ്. പിന്നെ 2 കൊല്ലം കോവിഡായ എനിക്ക് വരാൻ ഒത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വയസ്സ് 60 അപ്പോൾ ഞാൻ ഓർത്തിന് 60 വയസ്സുകാർക്ക് പുതുക്കി കിട്ടത്തില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ ഉടമ്പടി ഉപേക്ഷിച്ചു. എൻ്റെ തിരി തീർന്ന്, എൻ്റെ ഉപ്പ് തീർന്ന്, എൻ്റെ അകപ്പാടെ ഉള്ളത് എൻ്റെ കാശുരൂപം മാത്രം. അമ്മേ, ഈ ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഈ കാശുരൂപത്തിൽ ഇപ്പോഴും നിന്റെ ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ മരിച്ചുപോയ ഭർത്താവ് തിരിച്ചു വരണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് തിരിച്ചു വരത്തില്ല, മരിച്ചുപോയി. എല്ലാ ഡോക്ടർമാരും വന്ന് പലസ്ഥലത്ത് പോകുന്നു, എന്നിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൾ പറയും മരിച്ചിട്ടില്ല, അമ്മയുടെ ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറയുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പം കണ്ണു തുറക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എന്നിട്ട് ഈ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ പറഞ്ഞ അടിപൊളി വർത്തമാനാണ്. പണ്ട് ഞാൻ ഒരു പണി ചെയ്യായിരുന്നു. ഞാൻ കോവിഡ് കാലത്തൊക്കെ ഇവിടെ വരുമായിരുന്നു. കോവിഡ് കാലത്ത് ആരും ഇവിടെ വന്നില്ലല്ലോ. വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ വന്നായിരുന്നു. വന്ന് വാതിക്കൽ നിന്ന് മാതാവേ എന്ന് വിളിച്ചിട്ട് പോകും. അത് വലിയൊരു കാഴ്ചയായിരുന്നു, സഹിക്കാനാവാത്തൊരു കാഴ്ചയായിരുന്നു. അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് പോകും. അവിടെ ആ ഗേറ്റ് പൂട്ടിക്കിടന്ന ഗേറ്റൊക്കെ കണ്ടുകൊണ്ട് പോലീസൊക്കെ ഇവിടെ നിൽക്കുകയായിരുന്നു. ആരോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്? അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത്രയും മോശമായപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേ എന്ന് അവിടെ വിളിക്കും. അപ്പോഴേ ഇങ്ങനെ അപ്പം അമ്മയെന്ന് വിളിച്ചു പറയും, അമ്മയുടെ എന്തെങ്കിലും പത്രം ഉണ്ടാകുമെന്ന് ചോദിക്കും ബാക്കി. അപ്പോൾ ഇവിടെ 90,000 പത്രം ബാക്കി വന്നായിരുന്നു. കോവിഡ് തീരുമ്പോൾ, ലോക്ക്ഡൗൺ ആകുമ്പോൾ 90,000 പത്രം അമ്മയുടെ ബാക്കി വന്നായിരുന്നു. എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഓരോരുത്തരും വന്നിട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അവരെന്തെല്ലാം ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. കാര്യം അമ്മയുടെ കൈയാണ് കാലാണെന്നും പറഞ്ഞാണ് ജനം ഇത് അനുഭവിച്ച ഈ കാലഘട്ടങ്ങളിലെല്ലാം. അവർക്കെല്ലാം അത് ശരിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്താ, അമ്മയുടെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ അപ്പം കുന്നംകുളത്തുകാരനാണ്, അർണാട്ടുകാർ എരുമപ്പെട്ടിക്കാരനാണ്. അപ്പോൾ ഈ അപ്പൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രം ഈ കോവിഡ് കാലത്ത് കൊണ്ട് നടന്ന് കാണുന്നവർക്കെല്ലാം പത്രം കൊടുക്കും. പിന്നെ അത് തീരുമ്പോൾ അടുത്ത മാസം വന്ന് കുറേ പത്രം മേടിച്ചുകൊണ്ട് പോകും. അമ്മയാണ് ഉടമ്പടി എടുത്തത്, അപ്പനാണ് ജോലി ചെയ്യണത്. എന്നിട്ട് ഈ അപ്പൻ അമ്മയോട് പറയും, അമ്മേ വെയിലത്ത് കൊണ്ട് ഈ പത്രം കൊണ്ട് അടയ്ക്കണേ. കോവിഡ് കാലത്ത് പത്രം കൊണ്ട് അടയ്ക്കുമ്പോൾ അപ്പൻ അമ്മയോട് പറയും, ആരോട്? പരിശുദ്ധ അമ്മയോട് പറയും, അമ്മേ നിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്, നിന്നെയും ചുമന്നുകൊണ്ട് നടക്കുകയാണ്, ഈ ചുമട്ടുകൂലിയെങ്കിലും തരണേ. തമാശ പറയണതാണ്. കാര്യം അവർക്കൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഗുണമതാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോട് തെമ്മാടിത്തരം ദൈവത്തോട് പറയാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടും. ഞാൻ കുറേ അമ്മയോട് അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. എൻ്റെ മുമ്പിൽ ഒരു യോഗ്യതയില്ല വന്ന്, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയല്ലേ ഉള്ളൂ എനിക്ക്. പിന്നെ ഞാൻ ചെയ്ത സുവിശേഷ വേല, അത് എന്നേക്കാൾ ചെയ്ത് എത്രയോ പേരുണ്ട്. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കൃപാസന ആൾക്കാരെ വന്ന് സമയഘടികാരം കാണിച്ചത് എന്നിട്ട് വല്ലാത്തൊരു സ്നേഹം തോന്നിയിട്ടില്ലേ? അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യണത്. അപ്പോഴേ ഈ അപ്പൻ എന്താ പറയണം, അമ്മേ ഞാൻ നിന്നെയും ചോദിച്ചിട്ട് വെയിലത്ത് നടക്കുകയാണ്, ഈ ചുമട്ടുകൂലിയെങ്കിലും തരണേ. പക്ഷേ പുള്ളിക്കാരൻ തമാശന് പറഞ്ഞതാണ്. പക്ഷേ പുള്ളിക്കാരത്തി അത് കാര്യമായിട്ട് എടുത്ത്. ഈ 4ാമത്തെ അറ്റാക്കിൽ ആൾ വീണുപോയി. മരിച്ചതിന് ഡോക്ടർ വന്ന 3-4 ഡോക്ടർമാർ മരിച്ചെന്ന് പറഞ്ഞാണ്. പെട്ടെന്ന് ചാര നിറത്തിൽ ഒരു സ്ത്രീ വരും. അപ്പോൾ ഈ മനുഷ്യൻ ചെളിയിൽ മണ്ണിൻ്റെ അടി പൊണ്ട് ചെളി കിടക്കുകയാണ്.
ഈ ചാരം നിറത്തിൽ ചെളിയിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യെ കൂടി പിടിച്ച് വലിച്ച് മേലായിട്ട് പുറത്തോട്ട് എടുക്കണ ഇയൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ കണ്ണ് തുറക്കും. അപ്പോഴേ ആ ചേച്ചി വന്ന് പറയും, ഞാൻ ഉടമ്പടി മാതാവിനെ, ഈ കാശുരം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഈ വെന്റിലേറ്ററിനെ പറയുന്നതുകൊണ്ട് ഞാൻ വിളിക്കരുന്ന്, എൻ്റെ ഉടമ്പടി മാതാവേ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളെന്ന് പറയുമ്പോഴും ഈ ചെളിയിൽ നിന്ന് പിടിച്ച് ചാര നിറത്തിലുള്ള ചേർത്തി ഈ ആളെ പൊക്കിക്കൊണ്ട് വരണ ഒരേ സമയത്താണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി കൃപാസനത്തിൻ്റെ ഉടമ്പടി നിന്ന് ഫലിക്കുകയാണ്. അന്ന് പറഞ്ഞില്ലേ അമ്മേ ചുമട്ട് കൂരി എങ്ങനെ തരണേന്ന് ചോദിച്ചപ്പോൾ ചുമട്ടിന് എടുത്തുകൊണ്ട് വന്ന ആരാണ്? അമ്മയാണ്. ചുമട്ട് കൂരിയല്ല കൊടുത്തത്, അവനെ തന്നെ ചുമക്കണമ ചെയ്തത്. ശ്രുതികട്ടെ ഹല്ലേലൂയ.